ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പ്രൗട്ട്സിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇത്. ഞാൻ ഒരു ദിവസം കുതിർത്തിയിട്ടിട്ട് ഒരു 5 ദിവസത്തേക്ക് സ്പ്രൗട്ടിങ്ങിന് വെച്ചിട്ടുള്ള റിസൾട്ട്സാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തേത് എള്ളാണ്. എള്ള് നല്ലപോലെ സ്പ്രൗട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ മുന്നേ ഒക്കെ ഞാൻ എള്ള് ഇടുന്ന സമയത്ത് സ്പ്രൗട്ടായി വരാറില്ല. അപ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റി സീഡ്സ് നോക്കിയിട്ട് സ്പ്രൗട്ടിങ്ങിന് ഇടുക, നല്ലപോലെ വരും. ഒരു 4-5 ദിവസം മതി ഇത് സ്പ്രൗട്ടായി വരാനായിട്ട്. ഇനി രണ്ടാമത്തത് വരുന്നത് കടുകാണ്. കടുക് ഇപ്രാവശ്യം അത്രയും സ്പ്രൗട്ടിങ് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ മണ്ണിലിട്ട് കൊടുത്ത് നല്ല ചെടിയായിട്ട് വളർന്നു വന്നോളും. ഇത് മൂന്നാമത്തത് ഉലുവയാണ്. ഉലുവ നല്ലപോലെ സ്പ്രൗട്ടായി വന്നിട്ടുണ്ട്. ഒരു 3-4 ദിവസം മതി കംപ്ലീറ്റ് സ്പ്രൗട്ടിങ് ആവാൻ. പിന്നെ അവസാനത്തത് ഇത് പയറാണ്. പയർ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഇന്ന് ഇട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും സ്പ്രൗട്ട് ആകുന്ന, പെട്ടെന്ന് സ്പ്രൗട്ടിങ് ആയി വരുന്ന ഒന്നാണ് പയർ എന്ന് പറയുന്നത്. കടുകും പിന്നെ എള്ളൊക്കെ കുറച്ച് ടൈം എടുക്കും. കടല ഇട്ടിട്ടുണ്ടായിരുന്നു സ്പ്രൗട്ടിങ്ങിന്. കടല വീണ്ടും അത് സ്പ്രൗട്ടായി വന്നിട്ടില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി സീഡ്സ് എടുത്തിട്ട് സ്പ്രൗട്ടിങ്ങിന് വെക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ.